അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാര കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. മിൽക്ക് മെയ്ഡിനും ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഇതുപോലെ യോജിപ്പിച്ചാൽ മതി. അപ്പോഴേക്കും സേമിയ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു കുനാഫ സേമിയ ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാല് തിളച്ചതിന് ശേഷം മാത്രം സേമിയ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത്